ഹലോ എവരിവൺ, ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഐപ്ലസിന്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ എന്ന ഏറ്റവും പുതിയ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ഒരാഴ്ചയിലുള്ള കറണ്ട് അഫയേഴ്സുകളാണ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ എന്ന ഈ സെക്ഷനിൽ കൂടെ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനുള്ള പ്രാധാന്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അത് കറണ്ട് അഫയേഴ്സിലെ മാർക്കുകൾ നമ്മളെ മുൻപിലേക്ക്, അതായത് റാങ്ക് ലിസ്റ്റിലേക്ക് ഒരുപാട് മുൻപിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കറണ്ട് അഫയേഴ്സ് ഇൻ കേസ് സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഏതൊരു എക്സാമിനായാലും ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് എക്സാമുകൾക്ക് മാത്രമല്ല, ഏതെങ്കിലും ടെസ്റ്റുകളുടെ ഇൻ്റർവ്യൂവോ അപ്പോൾ അങ്ങനെയുള്ള തുടർന്നുള്ള മറ്റ് നടപടികളിലേക്കൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഐപ്ലസ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയൊരു എപ്പിസോഡാണ് ഐപ്ലസിൻ്റെ കറണ്ട് അഫയേഴ്സ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ എന്നത്. അപ്പോൾ ഇതിൽ കൂടി നിങ്ങൾക്ക് എല്ലാ വീക്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഐപ്ലസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂളിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പായൽ കപാഡിയ ടു റിസീവ് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ്. പായൽ കപാഡിയയ്ക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. IFFKയുടെ ഈ 2024 വെർഷനിലായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 29ാമത് IFFKയുടെ അവാർഡ്, അതായത് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പായൽ കപാഡിയയ്ക്കാണ്. ഈ പായൽ കപാഡിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഇന്ത്യൻ ഫിൽം മേക്കറാണ് പായൽ കപാഡിയ, ഹു വൺ ദ പ്രസ്റ്റീജിയസ് ഗ്രാൻഡ് പ്രിക്സ് അറ്റ് ദ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ വിൽ ബി ഹോണേഡ് വിത്ത് ദ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഇന്ത്യൻ ഫിൽം മേക്കറായ പായൽ കപാഡിയയ്ക്ക് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പായൽ കപാഡിയുടെ ഒരു പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട്. അതിന് മുൻപുള്ള കാൻസ് ഫിലിം ഫെസ്റ്റിവലിലും അവർക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഡ്രാമാസ്കോപ്പിക് ഫിലിം എന്ന് പറയുന്ന ആ ഫിലിമിനാണ് അവർക്ക് ഗ്രാൻഡ് പ്രിക്സ് ലഭിച്ചത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പായൽ കപാഡിയ, ആ ഒരു ഓണർ ലഭിച്ച പായൽ കപാഡിയയ്ക്ക് IFFKയിൽ 29ാമത് IFFKയിൽ ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന ഹോണറാണ് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ്. ഈ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, ദ അവാർഡ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2021 ടു ഓണർ ഫിയർലെസ് ഫിലിം മേക്കേഴ്സ് ഹു യൂസ് സിനിമ അല്ലെങ്കിൽ ഫിലിം ആസ് എ ടൂൾ ഫോർ സോഷ്യൽ റെസിസ്റ്റൻസ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ, സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ ഫിയർലെസ് ആയി സിനിമ ചെയ്യുന്നവർക്ക് വേണ്ടി 2021 ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഹോണറാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്നത്. അത് 29ാമത് IFFKയിൽ ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പായൽ കപാഡിയയ്ക്കാണ്. ഓക്കെ ആണല്ലോ, ശരി. നെക്സ്റ്റ് നോക്കാം. സഞ്ജയ് മൽഹോത്ര 26th ഗവർണർ ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ചർച്ച ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. സഞ്ജയ് മൽഹോത്ര ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 26th ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഹി വിൽ അസ്യൂം ഓഫീസ് ഓൺ 11th December 2024 after the incumbent governor Shaktikant Das retires on 10th December 2024. Sanjay Malhotra has been appointed for 3 years. അതായത് 2024 ഡിസംബർ 11 മുതൽ ഇദ്ദേഹം അധികാരത്തിലേറിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ശക്തികാന്ത ദാസിന് ശേഷമാണ് ഈ ഓഫീസിലേക്ക് എത്തുന്നത്. ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത് 25ാമത്തെ RBI ഗവർണർ ആയിരുന്നു. ശക്തികാന്ത ദാസിന് ശേഷം RBIയുടെ ഗവർണറായി വന്നിരിക്കുന്ന വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര എന്നുള്ളത്. ഓക്കെ, സഞ്ജയ് മൽഹോത്ര ഈസ് ആൻ IAS ഓഫീസർ ഓഫ് ദ 1990 ബാച്ച് ഓഫ് രാജസ്ഥാൻ കേഡർ ആൻഡ് അസ്യൂംഡ് ഓഫീസ് ഓഫ് റവന്യൂ സെക്രട്ടറി ഇൻ December 1, 2020. റവന്യൂ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ ഇത് സഞ്ജയ് മൽഹോത്രയെ പറ്റി പറയുമ്പോൾ ശക്തികാന്ത ദാസിനെ പറ്റിയും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അദ്ദേഹം 25ാമത്തെ RBI ഗവർണറാണ്. ശക്തികാന്ത ദാസിന് ഒരു റെക്കോർഡുള്ള എന്താണെന്ന് ചോദിച്ചാൽ 3 തരം കറൻസിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ഗവർണറാണ് ശക്തികാന്ത ദാസ്. എന്താണ് 3 തരം കറൻസി എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇന്ത്യയിലുള്ള കറൻസി നോട്ടുകൾ ഒന്ന് RBI ഇറക്കുന്നതും പിന്നെ 1 രൂപ നോട്ട് ഫിനാൻസ് ധനകാര്യ വകുപ്പിൻ്റെ കൺട്രോളിലുള്ള നോട്ടാണ്. അപ്പോൾ ഈ RBI ഇറക്കുന്ന നോട്ടുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നത് ആരാണ്? RBI ഗവർണറാണ്. അതുപോലെ 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നവരാണ് ധനകാര്യ സെക്രട്ടറിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട്
ശക്തികാന്ത് ദാസിനുള്ള ഒരു എന്താണ് ഒരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം 3 തരം നോട്ടുകൾ, അതായത് നിലവിൽ ഇന്ത്യയിൽ ഗവർണർ ആയിരുന്ന സമയത്ത് അദ്ദേഹം കറൻസി നോട്ടുകൾ, റിസർവ് ബാങ്ക് അച്ചടിച്ചിറക്കുന്ന കറൻസി നോട്ടുകൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. മുൻപ് അദ്ദേഹം ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം 1 രൂപ നോട്ടിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അടുത്തിടെ ലോഞ്ച് ചെയ്ത റുപ്പി, ഇലക്ട്രോണിക് റുപ്പിയിലും അദ്ദേഹത്തിന്റെ സൈൻ ഉണ്ട് അല്ലെ. ഓൺലൈൻ ഇടപാടുകൾ കൂടെ നടത്തുന്ന റുപ്പി എന്ന് പറയുന്ന പുതിയൊരു തരം കറൻസി RBI ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കറൻസി നോട്ടിലും ശക്തികാന്ത് ദാസ് ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ 3 തരം നോട്ടുകളിൽ ഒപ്പുവെച്ചിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ ആരാണെന്ന് വെച്ചാൽ അതും ശക്തികാന്ത് ദാസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം 26ാമത് RBI ഗവർണറായി അധികാരമേറ്റ വ്യക്തിയാണ് ആര്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് നോക്കാം. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മിഷേൽ ബച്ചലറ്റിനാണ്. ഫോർമർ പ്രസിഡന്റ് ഓഫ് ചിലിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഹാസ് ബീൻ അവാർഡഡ് ഇൻ ദ 2024 ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ്, ഡിസാർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് സമാധാനം, നിരായുധീകരണം, വികസനം എന്നിവ കണക്കൂട്ടിയാണ് അവർക്ക് അത് കൊടുത്തിരിക്കുന്നത്. ബൈ ദി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ അവാർഡ് നൽകുന്നത്. ഇന്ദിരാഗാന്ധി പ്രൈസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1986 ആൻഡ് ഈസ് അവാർഡഡ് ആനുവലി ടു ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ് ദാറ്റ് പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് അന്താരാഷ്ട്ര സമാധാനവും വികസനവും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ നൽകുന്ന 1986 ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് ഇത് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് എന്ന് പറയുന്നത്. നൽകുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. ഓക്കെ, 2024 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? മിഷേൽ ബാക്കലെറ്റിനാണ്. അവർ ചിലിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ അല്ലേ? ശരി, അവിടെ നോക്കിയോ. മസാറ്റോ കണ്ട ഇലക്ടഡ് ആസ് ADB പ്രസിഡന്റ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി മസാറ്റോ കണ്ടേസ് എലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം. ദ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഓഫ് ദ മൾട്ടിലാറ്ററൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അനൗൺസ്ഡ് ദാറ്റ് മസാറ്റോ കണ്ട ഓഫ് ജപ്പാൻ ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ദ 11th പ്രസിഡന്റ് ഓഫ് ദ ബാങ്ക്. അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മൾട്ടിലാറ്ററൽ ബാങ്ക് ആണ്. അതായത് പല രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉള്ള ഒരു ബാങ്കാണ്. ആ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ തെരഞ്ഞെടുത്തിരിക്കുന്നു? ജപ്പാനിൽ നിന്നുള്ള മസാറ്റോ കണ്ടേ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. 11ാമത് പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പോൾ ഇതിന് മുൻപുള്ള 10ാമത്തെ പ്രസിഡന്റും കൂടെ ഓർത്തിരിക്കുക. മസാറ്റ്സു അസക്കാവയാണ് ഇതിന് മുൻപുണ്ടായിരുന്ന ADBയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കറന്റ്ലി 59-year-old മസാറ്റോ കണ്ട ഈസ് എ സ്പെഷ്യൽ അഡ്വൈസർ ടു ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്. അതായത് ജപ്പാൻ പ്രധാനമന്ത്രിയുടെയും അതുപോലെ ജപ്പാനിലെ ധനകാര്യ മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രിയുടെയും സ്പെഷ്യൽ അഡ്വൈസറാണ് ആര്? മസാറ്റോ കണ്ട എന്ന് പറയുന്ന പുതിയ ADBയുടെ പുതിയ പ്രസിഡന്റ്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് നോക്കാം. ഓസ്ട്രേലിയ ബാൻസ് അണ്ടർ-16s ഫ്രം സോഷ്യൽ മീഡിയ. ഓസ്ട്രേലിയയിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ബാൻ നിലവിൽ വന്നിരിക്കുകയാണ്. 16 വയസ്സിൽ താഴെയുള്ളവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിനെ വിലക്കുന്ന ഒരു നിയമമാണ് ഓസ്ട്രേലിയ നിലവിൽ വന്നിരിക്കുന്നത്. അത് കുട്ടികളിൽ, അതായത് വിദ്യാർത്ഥികളായിരിക്കുന്നവരുടെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം ട്രേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാൻ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ ഇത് സഹായിക്കുമെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ പാർലമെന്റ് ഹാസ് പാസ്ഡ് എ ലോ ബാനിങ് ചിൽഡ്രൻ അണ്ടർ 16 years ഫ്രം യൂസിങ് സോഷ്യൽ മീഡിയ സച്ച് ആസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് എക്സെട്ര. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു നിയമമാണ് അവർ പാസ്സാക്കിയിരിക്കുന്നത്. ഓക്കെ, ദ ലോ പ്രൊവൈഡ്സ് എ ഫൈൻ ഓഫ് അപ് ടു Australian $50 million on social media platforms if they fail to stop minors below 16 years of age from logging into their platform. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്താൽ ആ കമ്പനി, ഏത് സോഷ്യൽ മീഡിയയുടെ കമ്പനിയാണോ ആ സോഷ്യൽ മീഡിയ കമ്പനി ഓസ്ട്രേലിയൻ സർക്കാരിലേക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. ഫൈൻ അടയ്ക്കേണ്ട എത്രയാണ്? $50 million അല്ലെങ്കിൽ $32.5 million തുല്യമായ തുക ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് നിഷ്കർഷിക്കുന്ന ഒരു റൂളാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. Australia is the first country in the world to impose a blanket ban on this social media by children under 16 age of 16 years. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്ക് കൽപ്പിക്കുന്ന ആദ്യത്തെ രാജ്യവും ഓസ്ട്രേലിയ ആണ്. അപ്പോൾ ഇത് മറ്റു രാജ്യങ്ങളും വേണമെങ്കിൽ വരും സമയത്ത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അറിയാമല്ലോ, സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കാരണം പല കുട്ടികളുടെയും
മെൻ്റൽ ഹെൽത്തിന് തന്നെ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പല പല റിസർച്ചുകളുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ചിലപ്പോൾ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഓക്കെ, 57th ടൈഗർ റിസർവ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ 57ാമത് ടൈഗർ റിസർവായി ഏത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹസ് നോട്ടിഫൈഡ് രാട്ട്പട്ടാനി ടൈഗർ റിസർവ് ഓഫ് മധ്യപ്രദേശ് ആസ് ദ 57th ടൈഗർ റിസർവ് ഓഫ് ദ കൺട്രി. അപ്പോൾ രഥപട്ടാനി ടൈഗർ റിസർവ് എന്ന് പറയുന്ന 57ാമത് ടൈഗർ, ഇന്ത്യയിലെ 57ാമത്തെ ടൈഗർ റിസർവായിട്ട് എന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നുള്ളതാണ്. ഓക്കെ, അണ്ടർ ദ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീം പ്രോജക്റ്റ് ടൈഗർ എന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാമിന്റെ സ്പോൺസർഷിപ്പിലാണ് നടത്തിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ രട്ടപട്ടാനി ടൈഗർ റിസർവ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ റൈസൻ ആൻഡ് സിഹോർ ഡിസ്ട്രിക്ട്സ് ഓഫ് മധ്യപ്രദേശ്. അപ്പോൾ റൈസൻ ആൻഡ് സിഹോർ ഡിസ്ട്രിക്റ്റുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ടൈഗർ റിസർവാണ് രഥപട്ടാനി ടൈഗർ റിസർവ്. ഈ പ്രൊനൗൺസിയേഷൻ ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്നത്, കാരണം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കല്ല. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക, രഥപട്ടാനി ടൈഗർ റിസർവ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ 2 ഡിസ്ട്രിക്റ്റുകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന റൈസൻ ആൻഡ് സിഹോർ ഡിസ്ട്രിക്റ്റുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ടൈഗർ റിസർവാണ്. ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ 1271.4 സ്ക്വയർ കിലോമീറ്റർ. ടു റിസർവ് സ്കോർ ഈസ് 763.8 സ്ക്വയർ കിലോമീറ്റർ. അതായത് ഈ രഥപനി ടൈഗർ റിസർവിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് 1271.4 സ്ക്വയർ കിലോമീറ്റർ ആണ്. എന്നിരുന്നാലും അതിൻ്റെ കോർ ഏരിയ, അതായത് ടൈഗർ റിസർവ് കൺസിഡർ ചെയ്യുന്ന കോർ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 763.8 സ്ക്വയർ കിലോമീറ്റർ ആണെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ബോർഡറിൻ്റെ ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അതിൻ്റെ കോർ പോർഷൻ്റെ ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ 57ാമത്തെ ടൈഗർ റിസർവിനെ പറ്റി പറയുമ്പോൾ 56ാമത്തെ ടൈഗർ റിസർവിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ 56ാമത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവാണ്. ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവാണ്. അത് ഛത്തീസ്ഗഡിലാണ്. 56ാമത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവാണ്. അത് ഉത്തരാഖണ്ഡിലാണ്. ഓർക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതിൻ്റെ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. അത് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവാണ്. ഈ ടൈഗർ റിസർവ് 1936 നിലവിൽ വന്നു. ആ കാര്യം കൂടി ഒന്ന് ഈ ഒരു അവസരത്തിൽ ഓർത്തിരിക്കുക. ഓക്കെ, നോക്കൂ, ISRO ലോഞ്ചസ് പ്രോബ 3 മിഷൻ. ISRO പ്രോബ 3 മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ISRO സക്സസ്ഫുള്ളി ലോഞ്ച് യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് പ്രോബ 3 മിഷൻ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു മിഷനാണ് പ്രോബ 3 എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്തത് ISROയുടെ വെഹിക്കിൾ ഉപയോഗിച്ചാണെന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ പ്രോബ 3 മിഷൻ അബൌട്ട് ഇറ്റ്സ് ട്രസ്റ്റഡ് PSLV-C-59 റോക്കറ്റ് ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇൻ ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV-C-59 എന്ന ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ ലോഞ്ചിങ് വെഹിക്കിൾ വഴി പ്രോബ 3 മിഷൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 മിഷനെ എന്ത് ചെയ്തിരിക്കുന്നു, ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് പ്രോബ 3 മിഷൻ? ദ പ്രോബ 3 മിഷൻ കൺസിസ്റ്റ് ഓഫ് 2 സാറ്റലൈറ്റ്സ്, കൊറോണോഗ്രാഫ് 310 കിലോഗ്രാം ആൻഡ് ഒക്കൾട്ടർ 240 കിലോമീറ്റർ ഡിസൈൻ ടു സ്റ്റഡി ദ സൺസ് കൊറോണ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. അതായത് സൂര്യൻ്റെ കൊറോണയെ പറ്റി പഠിക്കാനായിട്ട് ഇന്ത്യ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കായി വിക്ഷേപിച്ച് നൽകിയ മിഷനാണ് പ്രോബ 3 മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള 2 സാറ്റലൈറ്റുകളാണ്. ഒന്ന് കൊറോണോഗ്രാഫ് 310 കിലോഗ്രാം 310 കിലോഗ്രാം ഉള്ള കൊറോണോഗ്രാഫും ആൻഡ് ഒക്കൾട്ടർ 240 കിലോഗ്രാം ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രോബ 3 മിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നോക്കൂ, അടുത്താണ് ഏകലവ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇന്ത്യൻ ആർമി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം നെയിംഡ് ഏകലവ്യ which coincides with the decade of transformation and the year of technology absorption in 2024. അതായത് ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഇന്ത്യൻ ആർമി എന്ത് ചെയ്തിരിക്കുന്നു, ലോഞ്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പേരാണ് ഏകലവ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇന്ത്യൻ ആർമിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഏകലവ്യ പ്ലാറ്റ്ഫോം വാസ് ഡെവലപ്ഡ് ബൈ ദ ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ്, ഗാന്ധിനഗർ, ഗുജറാത്ത് ഫോർ ദി ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന ഗാന്ധിനഗർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇത് ഇന്ത്യൻ ആർമിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് നൽകിയിരിക്കുന്നത്. ഏകലവ്യ പ്ലാറ്റ്ഫോം ഡിസൈൻഡ് ഫോർ ഇന്ത്യൻ ആർമി ബൈ ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ്. ഓക്കെ ആണല്ലോ. ശരി, നെക്സ്റ്റ് നോക്കിക്കോളൂ.
UNGA declares December 21 as വേൾഡ് മെഡിറ്റേഷൻ. UNGA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. അത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 21 വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ആചരിക്കണമെന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി എന്ത് ചെയ്തിരിക്കുന്നു, ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഓക്കെ, UN General Assembly has unanimously adopted a resolution declaring December 21 as World Meditation Day, co-sponsored by India and supported by countries like Liechtenstein, Sri Lanka, Nepal, Mexico and Andorra. India played a key role in this initiative, emphasizing meditation's benefits for well-being and inner peace. അതായത് നമുക്ക് എന്താണ് വളരെ ശരീരത്തിനും ഉന്മേഷത്തിനും ആന്തരികമായ സമാധാനത്തിനൊക്കെ വളരെ മികച്ച ഒന്നാണ് മെഡിറ്റേഷൻ എന്ന ഒരു ഭാരതീയ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിൽ ആണ് എന്ത് UNGA ഈ ഒരു ഡിക്ലറേഷൻ നടത്തിയിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണിത്. ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്തു. അങ്ങനെയാണ് എന്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന UN എന്ത് ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ആചരിക്കണം. നേരത്തെ നമുക്കറിയാം ജൂൺ 21 ലോക യോഗാ ദിനം ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് ആചരിച്ചതും ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിലാണെന്നുള്ള കാര്യം വളരെ പ്രധാനമായി ഓർത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിൽ അറിയാമല്ലോ എന്താണ് ഈ യുണൈറ്റഡ് നേഷൻസിൽ ഒരു വളരെ ഒരു എന്താണ് പറയത്തക്ക, അതായത് റെക്കോർഡിക്കലി അവിടെ ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളെ പോലെ ഒരു ഒരു പവർ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നിരുന്നാൽ തന്നെയും അടുത്ത കാലങ്ങളിൽ ഇന്ത്യക്ക് അവിടെ ഒരു സ്ഥിരാംഗത്വം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് വളരെ അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിൽ 2 കാര്യങ്ങളാണ്, 2 ദിനങ്ങളാണ് യുണൈറ്റഡ് നേഷൻസ് ആചരിക്കാനായിട്ട് തീരുമാനമെടുത്തുള്ളൂ. ഒന്ന് ജൂൺ 21 ഓൾറെഡി നമ്മൾ ആചരിച്ച് തുടങ്ങിയിട്ടുണ്ട്, ലോക യോഗാ ദിനം. അതുപോലെ ഇനി മുതൽ ഡിസംബർ 21 രണ്ടിനും സെയിം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഡിസംബർ 21 എന്ന് പറയുന്നത് ലോക മെഡിറ്റേഷൻ ദിനമായിട്ട് ആചരിക്കണം. അതും ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണെന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഡി ഗുഗേഷ് ക്രൗണ്ട് വേൾഡ്സ് യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ. അറിയാമല്ലോ, ഗുഗേഷ് ദൊമ്മരാജു എന്ന് പറയുന്ന നമ്മുടെ ഡി ഗുഗേഷ് എന്താണ് വേൾഡ്സ് യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ ആയിട്ട്. യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ 18ാമത്തെ വയസ്സിലാണ് ഗുഗേഷ് ഈ ഒരു നേട്ടത്തിലെത്തിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, 18ാമത് ചെസ് മാസ്റ്ററാണ്, അല്ലെങ്കിൽ 18ാമത്തെ ലോക ചാമ്പ്യനാണ് ആര്, ഗുഗേഷ് എന്ന് പറയുന്നത്. അപ്പോൾ 18ാമത്തെ ലോക ചാമ്പ്യനായിട്ട് 18ാമത്തെ വയസ്സിലാണ് ഗുഗേഷ് അവരോധിക്കപ്പെടുന്നത്. അതുപോലെ ഗുഗേഷ് ഈ ഒരു നേട്ടത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഗുഗേഷ് ചെന്നൈയിൽ നിന്നുള്ള വ്യക്തിയാണ്. പണ്ട് ഇവരുടെ ഫാമിലി ആന്ധ്രയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തതാണ് ചെന്നൈയിലേക്ക്. അങ്ങനെ നിലവിൽ ചെന്നൈ ആസ്ഥാനമായി, അല്ലെങ്കിൽ ചെന്നൈയിൽ ഇരിക്കുമ്പോൾ തന്നെ ചെന്നൈയിലാണ് ജനിച്ചത് പുള്ളി. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവരുടെ ഫാമിലി ആന്ധ്രയിൽ നിന്ന് ചെന്നൈയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ സമയത്ത് ഇദ്ദേഹം ജയിച്ച സമയത്ത് ആന്ധ്രാപ്രദേശ് ഗുഗേഷിൻ്റെ നമ്മൾ സംസ്ഥാനങ്ങൾ അവരവരുടെ കായിക താരങ്ങൾ ജയിക്കുമ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ടല്ലോ. അതുപോലെ ആന്ധ്രാപ്രദേശ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്നൊക്കെ ഇടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഫാമിലി ചെന്നൈയിൽ വെച്ചാണ് ഗുഗേഷ് ജനിച്ചത്. നിലവിൽ ചെന്നൈയിൽ തന്നെ റിസൈഡ് ചെയ്യുന്ന ഫാമിലിയാണ്. സോ നമ്മൾ ഗുഗേഷിനെ തമിഴ്നാടുകാരൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ പറയേണ്ടതും. ഓക്കെ, 18-year-old ഗുഗേഷ് ദൊമരാജു ഓർ ഡി ഗുഗേഷ് ഓഫ് ചെന്നൈ ഡിഫീറ്റഡ് ദ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറൻ ടു ബിക്കം ദ യങ്ങസ്റ്റ് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻ. അപ്പോൾ തോൽപ്പിച്ച ആരെന്ന് വെച്ചാൽ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലിറനെയാണ്. അപ്പോൾ ചൈനക്കാരനെ തോൽപ്പിച്ചു എന്നുള്ളത് രാഷ്ട്രീയപരമായും ഇന്ത്യക്ക് വളരെ മേൽക്കൈ നൽകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഡി ഗുഗേഷ് വൺ ദ ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ബൈ 7.5 പോയിന്റ്സ് കമ്പയർഡ് ടു ഡിങ് ലിറൻ 6.5 പോയിന്റ്സ്. അതായത് നമുക്കറിയാമല്ലോ 13 മത്സരങ്ങളിലും പോയിന്റുകൾ ഷെയർ ചെയ്ത് സമനിലയിൽ വന്നുകൊണ്ടിരുന്നത് 14ാമത്തെ മത്സരത്തിൽ തന്നെ 14ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് മത്സരമായിരുന്നു 14ാമത്തെ മത്സരം. അതിലും പോയിന്റുകൾ സെയിമായി നിന്നിരുന്നെങ്കിൽ ടൈ ബ്രേക്കറിലേക്ക് പോകേണ്ട മത്സരമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 മത്സരം വീതം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മത്സരം ടൈ ആയി വന്നിരിക്കുകയായിരുന്നു. 13ാമത്തെ മത്സരത്തിലും രണ്ടുപേർക്കും സെയിം പോയിന്റ് ആയി 6.5 വെച്ചായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് മത്സരത്തിൽ 14ാമത്തെ മത്സരത്തിൽ ഗുഗേഷ് ജയിക്കുകയും അങ്ങനെ 7.5 പോയിന്റ്സോടുകൂടി ഗുഗേഷ് വേൾഡ് ചെസ് ചാമ്പ്യൻ ആവുകയുമാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ.
ഡി ഗുഗേഷ് ഈസ് ദ 18th ചെസ് പ്ലെയർ ടു ബി ക്രൗണ്ട് ഫിഡെസ് ചെസ് വേൾഡ് ചാമ്പ്യൻ. 18ാമത്തെ വ്യക്തിയാണ്, 18ാമത്തെ വയസ്സിലാണ് ഈ ഒരു പൊസിഷനിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ കുറേ പ്രത്യേകതകളുണ്ട് ഡി ഗുഗേഷ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ഗുഗേഷ് ദമ്മരാജു, ഡി ഗുഗേഷിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. നേരത്തെ നമ്മുടെ ഒരു പ്രീവിയസ് PSC ടെസ്റ്റ് എക്സാമിന് നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഇനിഷ്യൽ തന്നിട്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൊത്തം ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചിട്ട് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഫുൾ നെയിമുകൾ എപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, ഗുഗേഷ് ദമ്മരാജു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഓക്കെ, UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് ടു മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലിനെ പറ്റി അറിയാത്ത മലയാളികളുണ്ടോ എന്ന് എനിക്കറിയില്ല. മാധവ് ഗാഡ്ഗിൽ നമുക്കറിയാമല്ലോ, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് ലഭിച്ചിരിക്കുന്നു. UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് ലഭിച്ചിരിക്കുന്നു മാധവ് ഗാഡ്ഗിലിന്. വെറ്ററൻ ഇന്ത്യൻ എക്കോളജിസ്റ്റ് മാധവ് ഗാഡ്ഗിൽ ഹാസ് ബീൻ ചൂസൺ ആസ് വൺ ഓഫ് ദ 6 persons or institutions to be honored with the prestigious 2024 United Nations Environment Program Champions of the Earth Award. Madhav Gadgil was honored with the Lifetime Achievement category of the UNEP's Champion of the Earth Award. അതായത് UNEPയുടെ ചാമ്പ്യൻ ഓഫ് എർത്ത് അവാർഡിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ് മാധവ് ഗാഡ്ഗിലിന് എന്ത് ലഭിച്ചിരിക്കുന്നത്? ഈ ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് ഇസ് കൺസിഡർഡ് ആസ് UN's ഹയസ്റ്റ് എൻവയോൺമെന്റൽ അവാർഡ്. അതായത് UN ഏറ്റവും ഉയർന്ന പരിസ്ഥിതി പുരസ്കാരമാണ് ഇത് UNEPയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, 2024 അത് ലഭിച്ചിരിക്കുന്നത് മാധവ് ഗാഡ്ഗിലിനും മറ്റ് ഹോണർഡ് വിത്ത് ലൈഫ് ടൈം കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 6 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരാളാണ്, അല്ലെങ്കിൽ 6 വ്യക്തി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, 6 പേർക്കാണ് ഇത് കൊടുക്കുക. അതിൽ വ്യക്തികളുണ്ടാവാം, ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ടാവും. അതിൽ ഒരാളായിട്ടാണ് മാധവ് ഗാഡ്ഗിൽ 2024 ഈ ഒരു പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന കാറ്റഗറിയിൽ ലഭിച്ചിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, നോക്കിയോളൂ. അടുത്താണ് ഷാജി എൻ കരുൺ വിൻസ് JC ഡാനിയൽ അവാർഡ്. ഷാജി എൻ കരുണിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഫിൽം മേക്കർ ഷാജി എൻ കരുൺ വാസ് അവാർഡഡ് ദ 2023 JC ഡാനിയൽ അവാർഡ് ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഹിസ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻസ് ടു മലയാളം സിനിമ. മലയാള സിനിമയിൽ നൽകിയ അമൂല്യമായ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 2023 JC ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 23 അവാർഡാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. ദ JC ഡാനിയൽ അവാർഡ് ഇസ് ദ ഹയസ്റ്റ് ഹോണർ ഫോർ എ ഫിൽം മേക്കർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ഒരു ഫിൽം മേക്കർ ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്. കംപ്രൈസസ് എ ക്യാഷ് പ്രൈസ് ഓഫ് 5 lakh, എ സൈറ്റേഷൻ ആൻഡ് എ സ്റ്റാറ്റ്യൂട്ടി. അതായത് പ്രശസ്തി പത്രവും ക്യാഷ് പ്രൈസും ഒരു ശില്പവും അടങ്ങുന്നതാണ് ഇതിന്റെ പുരസ്കാരം എന്ന് പറയുന്നത്. ഷാജി എൻ കരുൺ ഹാസ് വൺ 7 നാഷണൽ അവാർഡ്സ് ആൻഡ് 7 സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ ഹിസ് ഫിലിംസ്. അദ്ദേഹത്തിന്റെ ഫിലിംസിന് 7 ദേശീയ പുരസ്കാരങ്ങൾ, 7 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹി ഹാസ് ആൾസോ ബീൻ ഹോണർഡ് വിത്ത് ദ പത്മശ്രീ ബൈ ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ്, എ ഫ്രഞ്ച് ഡിസ്റ്റിങ്ഷൻ. അതായത് ഒരു ഫ്രഞ്ച് പുരസ്കാരമായ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പുരസ്കാരവും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും ഷാജി എൻ കരുണിനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്താണ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട്, അതായത് The Time magazine named US President-elect Donald Trump its Person of the Year. Person of the Time magazine Person of the Year ആയിട്ട് ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഡൊണാൾഡ് ട്രംപ് ഈസ് ദ പ്രസിഡന്റ് എലക്ട് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ഇതിന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. US പ്രസിഡന്റ് എലക്ട് ചെയ്യപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ആണ് ഇപ്പോൾ ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സൈറ്റിംഗ് ഹിസ് ഡീപ്പ് ഇമ്പാക്ട് ഓൺ അമേരിക്കൻ പൊളിറ്റിക്സ് ആൻഡ് ദ കൺട്രീസ് റോൾ ഇൻ ദി വേൾഡ്. അതായത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും, അതുപോലെ അമേരിക്ക ലോകത്തിന് നൽകുന്ന അല്ലെങ്കിൽ ലോകത്തിലുള്ള അമേരിക്കയുടെ റോളും പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുന്നത്, പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ ഈസ് ആൻ ആനുവൽ ഡിസ്റ്റിങ്ഷൻ അവാർഡ് ബൈ ടൈം മാഗസിൻ ടു ദ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഐഡിയ ഓർ ഒബ്ജെക്ട് ദാറ്റ് ഹാസ് ഹാഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ വേൾഡ്സ് ഇവൻറ്റ്സ് ഫോർ ബെറ്റർ ഓർ വർസ്. നല്ലതിനോ ചീത്തയോ കാര്യങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയിട്ടുള്ള വ്യക്തികൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ ഐഡിയകൾക്കോ അതുപോലെ ഒബ്ജക്റ്റിന് എന്തെങ്കിലും വസ്തുവിനോ ഗ്രൂപ്പായിട്ടോ ഒക്കെ നൽകുന്ന പുരസ്കാരമാണ്, അല്ലെങ്കിൽ ഒരു ഹോണറാണ് പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത്. അദ്ദേഹം അത് ലഭിച്ചിരിക്കുന്നത് 2024 ലഭിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം അറിയാമല്ലോ, വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി എലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായി എലക്ട് ചെയ്യപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു, അതിനുശേഷം അടുത്ത ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടു പോവുകയുണ്ടായി. ദെൻ നെക്സ്റ്റ് ഇലക്ഷനിൽ വീണ്ടും അദ്ദേഹം
കരുത്ത് കാട്ടി വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ബെസ്റ്റ് എവർ കംബാക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ ഈ ഒരു തരത്തിൽ പ്രസിഡന്റ് ആവുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. അതായത് ഒരു തവണ ഇൻകംബൻ്റായി ഇരുന്നിട്ട്, അതായത് അധികാരത്തിലില്ലാതിരുന്നിട്ട് വീണ്ടും പ്രസിഡന്റ് ആവുന്ന ആ രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹം തോൽപ്പിച്ചത് കമലാ ഹാരിസിനാണ്, ഇന്ത്യൻ വംശജയായ നേരത്തെ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമലാ ഹാരിസിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. അപ്പോൾ അതുപോലെ അമേരിക്കൻ പൊളിറ്റിക്സ് വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയുള്ള റോളുള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ടൈം മാഗസിൻ്റെ ഇത്തവണത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ എന്ന ഈ സെഷൻ്റെ ഫസ്റ്റ് ഒരു എപ്പിസോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഇത് ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു സെഷൻ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.